ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ് ആണ്. എല്ലാവരുടെയും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇവിടെയൊക്കെ പതുക്കെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പറയുക, നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഓണം എന്ന് പറയുന്നത് ഒരു കോമൺ വികാരമാണല്ലേ. അപ്പം നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒരു അസോസിയേഷൻ പോലത്തെ ഉള്ളത് കഴിഞ്ഞു. അതിലത് കുട്ടി കുട്ടി ഓണം സെലിബ്രേഷനും ഓണസദ്യകളും ഒക്കെ ഓണത്തിനോടനുബന്ധിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇന്ന് നമ്മുടെ വീഡിയോ തമ്മിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഒരു ഗ്രോസറി ഷോപ്പിങ്ങും അതിൽ തന്നെ ഞാൻ എങ്ങനെ മീൽ പ്ലാൻ ചെയ്തേക്കുന്നത് കാണിക്കുന്നതും, പിന്നെ നമുക്ക് വീക്കിലി ചെയ്ത് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു വീക്കിലേക്ക് നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഒത്തിരി പേർക്ക് ഗുണപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. മുന്നേ തന്നെ ഞാനൊരു മീൽ എന്തൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചീര മേടിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എന്നിട്ട് അവർ ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ചീരയാണ്. അപ്പം ഞാനത് ചീരയും പരിപ്പും തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്ക് അരിഞ്ഞാൽ മാത്രം മതി, വേറെ പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ ബ്രോക്കളിയും ഇത് ഫ്രഷാണ്, പക്ഷേ അത് തന്നെ ഫ്ലോററ്റ്സ് തിരിച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് തിരിക്കാണ്ട് ഇതും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തേക്കുന്നതാണ്. നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യാമല്ലോ. തോരൻ വയ്ക്കാം, സൂപ്പിനകത്തിടാം. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. വഴുതനങ്ങ നമ്മൾ വഴറ്റി മെഴുക്ക് വരട്ടി പോലെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. ഞാൻ റെസിപ്പി ചെയ്യുമ്പോഴത്തേന് ഞാൻ കാണിച്ചിട്ടുണ്ട് 1-2 തവണ. എന്നോട് 1-2 ആളുകൾ ഒരു പ്രാവശ്യം കൂടെ കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഇനി ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമോ അല്ലെങ്കിൽ മുട്ട പഴം അങ്ങനത്തെ ഒന്ന് മാറി മാറി വരുന്ന ഏതെങ്കിലും സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇതൊരു സ്റ്റേപ്പിളായിട്ട് നമ്മൾ മേടിച്ച് വെക്കാൻ പറ്റിയതാണ്. പപ്പായ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് മേടിച്ചു. അപ്പം ഞാൻ ഒരു ആഴ്ചത്തേക്കെന്നുള്ള പോലെയാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മേടിക്കാം. അപ്പോൾ 2 ദിവസത്തേക്കുള്ള തോരൻ ഓൾറെഡി ഞാൻ കാണിച്ചു. പിന്നെ 3ാമത് വെഴുക്ക് വരട്ടിക്കുള്ള വഴുതനങ്ങ, പിന്നെ ഈ ബീൻസിനുള്ള ഒരു തോരൻ. അപ്പം നമ്മൾ ഒന്നിൽ ഏതെങ്കിലും ഒരു നോൺ വെജ് ഐറ്റമും ഒരു വെജ് ഐറ്റമും അങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. ആപ്പിള് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് പീനട്ട് ബട്ടറിൻ്റെ കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കും, അതല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഇരുന്നത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ മെത്തഡിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓണമൊക്കെ വരികയല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങ, നമ്മുടെ റേസിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ഇടാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഇത് വേറൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷേ ആ ഒരു ഐറ്റംസ് കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. സ്കൂളിൽ സ്നാക്കിന് വേണ്ടിയിട്ടുള്ളത് ഇതൊരു ചീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കവർ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലാണ്, സിംഗിളായിട്ട് നമുക്ക് ഓരോന്ന് കൊടുത്തു വിടാം. കറിവേപ്പില മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് 1-2 ഇറച്ചിയും പനീർ അങ്ങനെ പല സാധനങ്ങൾ വെക്കണം. പിന്നെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യം വരുമല്ലോ. ഞാനിത് കഴുകാതെ അതിൻ്റെ തണ്ടാക്കി ഒരു ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കും. ഉപയോഗിക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പല സാധനങ്ങളും അരിഞ്ഞ് വയ്ക്കും. അതായത് നമ്മൾ ബീൻസ് അരിഞ്ഞിട്ട് വയ്ക്കും. മറ്റ് 2 സാധനങ്ങളും കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പം തന്നെ അങ്ങ് അരിഞ്ഞ് എടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഒരാഴ്ചത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി ആ പ്ലാനിനകത്ത് വന്നുവല്ലോ. ഇത് സോർഡോ ബ്രെഡാണ്. നമ്മൾ കുറച്ച് പുളിപ്പിച്ച മാവ് കൊണ്ടുള്ള ഒരു തരം ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഇതുകൊണ്ടുള്ള എന്താ പറയുക, ഈ അല്ലാത്ത തരത്തിലുള്ള ബ്രെഡ് കൊണ്ട് വരുന്ന കുറച്ച് സ്റ്റൊമക്കിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ചിരിക്കുന്നത്. കുറച്ച് ബീഫ്, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഷ്ടി ഒരു 1/2 കിലോ ഒക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. അത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അത് നല്ലോണം പറ്റിച്ച് വെക്കണം. അപ്പോൾ ഈ 2 മീറ്റും ഞാൻ ആക്കി വെക്കും. ഇത് തന്നെ മതി കേട്ടോ നമുക്കൊരാഴ്ചത്തേക്ക്. ആ ചിക്കൻ 2 ദിവസത്തേക്ക് ഉണ്ടാകും. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ആ മീൻ എന്താ പറയുക, മറ്റേ ബീഫ് വെച്ചിട്ടുണ്ട് 2 ദിവസത്തേക്ക് ഉണ്ടാകും. സാൽമൺ വറുക്കും, അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. തേങ്ങ ഓൾറെഡി ചിരവിയത് ഫ്രോസൺ ആക്കി മേടിച്ചേക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം എടുക്കുക. നമ്മുടെ മൈക്രോവേവിലൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കുക, ചെയ്തെടുക്കുക, ഉപയോഗിക്കാം. എളുപ്പമാണ് ആ പരിപാടി. പിന്നെ ഉള്ളത് ഗീ. നമ്മൾ സാധാരണയൊക്കെ പണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മേടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാൻലിയുടെ ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണ വാട്ടർ ബോട്ടിൽ നമുക്ക് കുറച്ച് എയർ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ എന്തുമാത്രം നമ്മൾ കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. കുറച്ച് മുട്ട മേടിച്ചിട്ടുള്ളൂ. നമ്മുടെ ഓൾറെഡി കുറച്ച് മുട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ഒരാഴ്ചത്തേക്ക് ടോപ്പപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ട്.
ഒത്തൊരു ബട്ടർ ഇട്ട് വെക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒത്തിരി ബട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഫോയിൽ പേപ്പർ തുറക്കാതെ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഞാൻ അവസാനം കാണിക്കുക അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് വാഫിൾസ് ബിസ്ക്കറ്റ് മേടിച്ചു. ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പം ഒരു സന്തോഷത്തിന് സൈഡിൽ 1-2 വെക്കും. 3-4 മാഗി ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് മേടിച്ചിട്ടുണ്ട്. കുറച്ച് പോപ്കോൺസ് ഓൾറെഡി ആയിരിക്കുന്ന ചെഡർ ഫ്ലേവർ ഉള്ളതാണ്, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പല ദിവസങ്ങളിൽ നമ്മൾ സ്നാക്കിലാക്കാനാണ് കേട്ടോ. മാംഗോ ഇത് ഫ്രോസൺ മാംഗോ ആണ്. ഇത് നമുക്ക് സ്മൂത്തിക്കകത്ത് ആഡ് ചെയ്യാനും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ യോഗട്ടോ അല്ലെങ്കിൽ പോറിഡ്ജ് ഉണ്ടല്ലോ, ഓട്സ് അങ്ങനെയൊക്കെ ഇടുമ്പം ഇതൊന്ന് നന്നായിട്ട് ഇച്ചിരി ഇത് മാങ്ങ വെന്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പാല് പിന്നെ വിനെഗർ നമുക്ക് ക്ലീനിങ്ങിന് മസ്റ്റ് ആണല്ലോ. ഫ്ലീസി എന്ന് പറഞ്ഞിട്ടൊരു ഫാബ്രിക് സോഫ്റ്റ്നറാണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചേക്കുന്നത്. അപ്പം ഞാൻ കൃത്യമായിട്ട് നമ്മുടെ അരി, പയറുവർഗ്ഗം, പരിപ്പ് വർഗ്ഗങ്ങൾ, ഗോതമ്പ് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും മേടിക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൻട്രിയിൽ നോക്കും എന്തെല്ലാം സാധനങ്ങൾ തീർന്നിട്ടുണ്ടെന്ന്, പിന്നെ ഫ്രിഡ്ജിൽ നോക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് എന്താ പറയുക, മേപ്പിൾ സിറപ്പ് അല്ലാതെ കുറച്ച് തരത്തിലുള്ള നമ്മുടെ സോസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ചില സാധനങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അറിയാം അതൊരു മാസത്തേക്കും കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം. ബാക്കി ഓൾമോസ്റ്റ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, MG ആയിരിക്കും എൻഡ് ഓഫ് ദ വീക്ക് ആകുമ്പോഴത്തേക്കിന്. മാക്സിമം കടയിൽ പോവാതിരിക്കാൻ നോക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് മദർ ആയതുകൊണ്ട് ടൈം ലാഭിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ കടയിൽ പോകുമ്പോൾ നമുക്ക് പല സാധനങ്ങളും ആവശ്യം വരും. അപ്പം ഏറ്റവും എന്താ പറയുക, ഒരു എക്കണോമിക്കലായിട്ട് കാര്യങ്ങൾ ബജറ്റിൽ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മീൽ പ്ലാൻ ആക്കണമെന്നാണ്. ഞാൻ എഴുതി വെച്ച മീൽ പ്ലാൻ ഉണ്ടാകും, നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മുമ്പ് തന്നെ അത് ഇവന്മാർ കീറിപ്പറിച്ച് കളഞ്ഞു. പക്ഷേ 5 ദിവസത്തേക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് 6-ാമത്തെ 7-ാമത്തെ ദിവസം ശനിയും ഞായറും നമ്മൾ മോസ്റ്റ്ലി അപ്പം അങ്ങനെ എന്തെങ്കിലും ഇടിയപ്പം അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളാണ്. 5 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, 5 ദിവസത്തേക്കുള്ള ഡിന്നറാണ് മെയിൻലി. കാരണം നമ്മൾ എല്ലാവരും ലഞ്ച് ബോക്സ് കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലഞ്ചിനുള്ള ഐഡിയാസും ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി നമുക്ക് സെയിം സാധനം റെപ്പറ്റീഷനാണ് കേട്ടോ. പിസ്സ, പിന്നെ ബ്രോക്കോളിയുടെ എന്തെങ്കിലും റൈസോ അല്ലെങ്കിൽ പാസ്തയോ അല്ലെങ്കിൽ നൂഡിൽസോ, പിന്നെ ഓൾട്ടർനേറ്റീവ്ലി മാറി ഇങ്ങനത്തെ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കാം. ഇനി നമുക്കുണ്ടല്ലോ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാം, കഴുകി വെക്കണം. അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവല്ലോ നമ്മൾ, പയറെവിടെ, പരിപ്പെവിടെ, അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് എവിടെയാണ്, അങ്ങനത്തെയൊക്കെ ഒരു കാറ്റഗറി എല്ലാ വീട്ടിലും നമ്മൾ അറിയാണ്ട് തന്നെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് നോക്കുമ്പോഴല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് സിസ്റ്റം എവിടെയാണ്. ശരിക്കും ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഫ്രിഡ്ജിലൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഏറ്റവും എളുപ്പത്തിനുള്ള ഒരു രീതിയിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലെ ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കേണ്ടതെല്ലാം ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് നമുക്ക് എന്താ പറയുക, കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോഴത്തേന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞാൻ കുറച്ച് പുലാവാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനകത്ത് എന്താ പറയുക, ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ബീൻസ് ഉണ്ട്, കുറച്ച് ഗ്രീൻ പീസ് ഉണ്ട്. പുലാവ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സ്കൂളിൽ കൊടുത്തു വിടാനും ഇവർക്ക് താല്പര്യമുള്ളതാണ്. ഞാൻ അതിനകത്ത് ചെറിയ ചിക്കൻ കഷ്ണമോ അല്ലെങ്കിൽ പനീറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പം ആ സംഭവം റെഡിയാവും. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഞാൻ കുറച്ച് ചിക്കൻ വിങ്സിനെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിലാണ് ചെയ്തത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചു എയർ ഫ്രയർ ആണോ അതോ കൺവെൻഷൻ നമ്മുടെ ഓവൻ ഉണ്ടല്ലോ അതിലാണോ ചെയ്യുന്നതെന്ന്. ഓവനിലും എയർ ഫ്രയർ തന്നെയാണ് ഇപ്പം മോസ്റ്റ്ലി അവർ ആ ഫങ്ഷൻ എയർ ഫ്രയർ തന്നെയാണ്. പക്ഷേ നമുക്ക് എയർ ഉണ്ടാക്കണമെങ്കിൽ വലിയ ഓവൻ യൂസ് ചെയ്യും. അതെല്ലാം അത്യാവശ്യം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ യൂസ് ചെയ്യും. ഞാൻ എയർ ഫ്രയർ മോസ്റ്റ്ലി കൺവീനിയൻസിന് വേണ്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂട്ട് കുറച്ചെടുത്ത് കുറച്ച് ചിക്കൻ ഞാൻ അടുത്ത ദിവസത്തേക്ക് വർക്കിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വയ്ക്കും. പിന്നെ ഉള്ളത് നമ്മൾ അരി വെള്ളത്തിൽ ഇടുക എന്നുള്ളതാണ്. ഉഴുന്ന്, അരി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു അടുത്ത 5 ദിവസത്തേക്ക് ഓരോ 1-2 ഫ്രൂട്ട് ഐറ്റംസ് എന്തായാലും കൊടുത്തു വിടണം. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാക്കും. പലർക്ക് പലതരത്തിലുള്ള ഓറഞ്ച് എന്നാലും നമ്മൾ ജസ്റ്റ് അതൊക്കെ നോക്കി എല്ലാം ഉണ്ടോയെന്ന് നോക്കി. പിന്നെ ഇതിപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എന്തായാലും നോക്കാം. ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരുന്നതാണ്. നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റപ്പോട്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഓൾമോസ്റ്റ് ഡബിളായി തന്നെ വന്നു. ഇനിയിപ്പോൾ അതിനെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്കെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇത് അപ്പത്തിൻ്റെ മാവ്. അപ്പം ഞാൻ 2 ഇൻസ്റ്റപ്പോട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചു, ഒരെണ്ണത്തിൽ അപ്പത്തിന് അരച്ച് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ആഴ്ച എല്ലാ ദിവസവും അപ്പവും ഇഡ്ഡലിയും പറ്റത്തില്ലല്ലോ. പക്ഷെ ദോശ നമ്മൾ ഒന്നിൽ രാവിലെ അല്ല വൈകുന്നേരം റിലീജിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവർക്ക് എന്ത് ഭാഗ്യമാണ് ഇത്രയും ദോശ. ഐസക്കിന് പ്രത്യേകിച്ച് ദോശ ഇഷ്ടമാണ്. മനു പതുക്കാനും മടുപ്പൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് വലിയ ആൾ. പക്ഷേ എപ്പോഴും മാവ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ടും ഗോതമ്പ് ഉപയോഗിക്കുന്ന ഫാമിലി അല്ല കേട്ടോ. നമുക്ക് ഗ്ലൂട്ടൻ കുറച്ച് എന്താ പറയുക, അത് അത്രയ്ക്ക് നമുക്ക് അത്രയും വയറിന് ചേരാത്ത ഒരു ഐറ്റമാണ് ഗോതമ്പ്. അതുകൊണ്ട് എന്നാലും ഉണ്ടാക്കും, കുറച്ചൊക്കെ ഉണ്ടാക്കും. ഭയങ്കര സിവിയർ അലർജി ഒന്നുമില്ല, കുറച്ച് ഇൻടോളറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ചപ്പാത്തി മാവൊന്നും കുഴച്ച് വെക്കണതില്ല. റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് പിള്ളേർക്ക് അവർക്ക് ടോളറൻസ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇഡ്ഡലി, ദോശ, പുട്ട്, പിന്നെ ഉപ്പുമാവ് കുറച്ച് സെമലിന ഉള്ളതാണ്, കുറച്ച് ഗോതമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ ഇങ്ങനെ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കാം. ഊത്തപ്പം ഉണ്ടാക്കാം, ചീസ് ദോശ, എഗ് ദോശ, ക്യാരറ്റ് ദോശ, ചീര ദോശ, ഇഡ്ഡലി, പിന്നെ അപ്പത്തിൻ്റെ മാവുണ്ട്, അപ്പം വട്ടയപ്പം, അങ്ങനെ കുറച്ച് മാറി ഷേപ്പൊക്കെ മാറ്റി പലതരത്തിലൊക്കെ ഉണ്ടാക്കാം. 1-2 കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ നമുക്ക് ഒരു വെറൈറ്റി ആയി എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പം എന്തായാലും നമ്മൾ ഒരു മലയാളി ടൈപ്പ് ഫുഡാണ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡ് സമയത്ത് ഇങ്ങനെ അരച്ചിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഇപ്പോൾ ഒഴിച്ചു വയ്ക്കുക. അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇഡ്ഡലി മാവിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ഇന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നാളെ ഇഡ്ഡലി അരച്ച് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് അറിയാം നാളത്തെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന വൈകുന്നേരം കുറച്ച് മറ്റു കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ പിന്നെയും വന്ന് അടുക്കളയിൽ നിന്ന് പണിയാന്നുള്ളതിനെക്കാട്ടിലും ഞാൻ എപ്പോഴേലും അടുക്കളയിൽ കയറുന്ന ആ സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനൊരു ചെറിയ കുറ്റിപ്പാത്രം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനകത്ത് അടപ്പുള്ള ഒരു പാത്രമാണ് ഇത്. നമ്മൾ നാട്ടിൽ നിന്നാണ്, ഇവിടുത്തെ ഇന്ത്യൻ കടകളിലൊക്കെ കിട്ടും. പക്ഷേ ഒരു 3-4 ഇരട്ടി വില ആണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പം. എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റീൽ പാത്രങ്ങൾ എത്രയും എൻ്റെ ചില പാത്രങ്ങളൊക്കെ പുതിയതുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പതുക്കെ ബിൽഡ് ഇൻ ചെയ്യുമല്ലോ പാത്രങ്ങൾ. പക്ഷേ കുറേ പാത്രങ്ങൾ ഞാൻ കല്യാണം കഴിച്ചപ്പം തൊട്ടുള്ളത് കൊണ്ട് സ്റ്റീൽ പാത്രം എനിക്ക് മനസ്സിലായിടത്തോളം ഡിഷ് വാഷറിൽ വെച്ച് കഴിയാൻ നല്ല തിളങ്ങി വരും കേട്ടോ. ഡിഷ് വാഷറിൽ വെച്ചിട്ട് സ്റ്റീൽ പാത്രത്തിനൊക്കെ ഒരു കറുത്ത കളർ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിനകത്ത് അലുമിനിയം ആഡഡ് ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അലുമിനിയം ആഡ് ആകുമ്പോഴാണ് ആ കളർ മാറുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷറിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാത്രമൊക്കെ നമ്മൾ കൈ കൊണ്ട് കഴിയുമ്പോൾ സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, നല്ല തിളങ്ങി വരും. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഞാൻ ഉണങ്ങിയിട്ട് തുടച്ചിട്ടാണ് എടുത്ത് വയ്ക്കുക. വാട്ടറിൻ്റെ കുത്തൊക്കെ വരാതിരിക്കാൻ. ഡിഷ് വാഷറിൽ വെക്കുന്ന സാധനങ്ങൾ ഉണങ്ങി വരുന്നില്ല, അതിങ്ങനെ നനവുണ്ടായിരിക്കും, അതിനെന്താ ചെയ്യുന്നതെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ വെക്കുമ്പം നല്ല ക്രമീകരിച്ച് അടുക്കി വെക്കണം. ഇതിന് പ്രത്യേകിച്ച് നിയമമൊന്നും എനിക്കറിയില്ല. ഒന്ന് ഓവർലാപ്പ് ചെയ്യാതെ പോലെ വെക്കുക. രണ്ടാമത് വേണ്ടതെന്ന് പറഞ്ഞാൽ ജെറ്റ് ഡ്രൈ. ഞാൻ ഫിനിഷിൻ്റെ ജെറ്റ് ഡ്രൈ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ പാത്രം കഴുകുന്ന സാധനങ്ങൾ എടുത്ത് അവിടെ ആ അല്ലിൽ പോയി നോക്കിയാൽ മതി. ഫിനിഷ് ജെറ്റ് ഡ്രൈ. അത് നമ്മൾ ഇടയ്ക്ക് ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ ഒഴിക്കണം. അപ്പോൾ ഈ ഡിഷ് വാഷറിൽ നമ്മൾ സോപ്പിടില്ലേ, അതിന് തൊട്ടടുത്ത് തന്നെ ഒഴിച്ച് വെക്കണം. അപ്പം നല്ല വൃത്തിയായിട്ട് വന്നോളും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതൊക്കെ തക്കാളിയൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ദിവസവും പറിച്ചുകൊണ്ടിരുന്നതിൻ്റെ സമയമൊക്കെ പോയി, പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ. അതുകൊണ്ട് വീക്കെൻഡിലാണ് കേട്ടോ പറിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറിച്ച് ഞാൻ 1-2 ഫ്രണ്ട്സിനൊക്കെ ടെക്സ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവരുടെ തക്കാളിയുടെ ഫോട്ടോ തിരിച്ച് ഇങ്ങോട്ട് അയക്കണ അവസ്ഥയാണ്. അപ്പോൾ പിന്നെയും നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടായതല്ലേ. അപ്പം ഞാനെന്നാൽ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം പച്ചക്കറികൾ ഇപ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്കൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പ്ലാനില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തതുകൊണ്ട് വളവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഉണക്കിയതിന് ശേഷം ഞാൻ അതൊന്ന് സിപ്ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കാമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. ആ സമയത്ത് ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പാലപ്പത്തിനുള്ള പൊടി കലക്കിയത് ഇന്നൊരു ദിവസത്തേക്കും പിന്നെ ഒരു ദിവസത്തേക്കും ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു കണക്കൂട്ടലാണ്. 1 കപ്പ് പച്ചരിയാണ്. 1 കപ്പ് പച്ചരിയും 1 പിടി അവലും കുറച്ച് ഈസ്റ്റും തേങ്ങയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താണ്. ഇച്ചിരി പഞ്ചസാര ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരച്ചെടുത്താണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഞാൻ നമ്മുടെ ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ചന ഉണ്ടല്ലോ, വൈറ്റ് ചന. അപ്പോൾ അത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെക്കും. അപ്പോൾ എനിക്ക് വർക്കിൽ പോകുമ്പോഴത്തേന് ഞാൻ നേരത്തെ ചിക്കൻ ഉണ്ടാക്കിയത് കാണിച്ചല്ലോ, ആ ചിക്കനും ഈ വേവിച്ച് വെച്ചേക്കുന്ന കുറച്ച് ചനയും ഒരു സാലഡ് പോലെ ആക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മീലുകളും പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇതാ ഇങ്ങനെ ഒരു വലപ്പാത്രങ്ങൾ പലതരത്തിലുണ്ട്. നമ്മുടെ കയ്യിലും ചോറ് വാർക്കുന്ന വല, സ്റ്റീൽ വല പലതുമുണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ ഫ്രൂട്ട് വെജിറ്റബിളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് തോന്നിയേക്കുന്നത് ഇങ്ങനെ ഒരു വല വലിക്കുന്നതാണ്. ഇത് ഞാനൊരു ഡോളർ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കഴുകിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് റണ്ണിങ് വാട്ടർ ഉപയോഗിച്ച് കഴുകിയെടുക്കാം. അപ്പോൾ അടിയിൽ അരിപ്പുള്ളതുകൊണ്ട് റണ്ണിങ് വാട്ടർ ഉപയോഗിച്ച് കഴുകുമ്പം അതിനകത്ത് എല്ലാ ചെളിയും പിന്നെ ഉണ്ടെങ്കിൽ അതും താഴോട്ട് പൊക്കോളും. ഞാൻ എപ്പോഴും ഒത്തിരി അധികം വെജിറ്റബിൾസോ അല്ല ഒത്തിരി അധികം ഫ്രൂട്ട് ഐറ്റംസൊക്കെ കഴുകാനുണ്ടെങ്കിൽ, കാരണം നമുക്ക് സിങ്കിലോട്ട് ഇങ്ങനെ വലിച്ച് വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു സാധനമാണ് ഇട്ടത്. അപ്പത്തിൻ്റെ മാവ്, അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇതാ ഇങ്ങനെ ഒരു എയർ ടൈറ്റാണ്, സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്, അതിൽ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് പനീർ നമ്മുടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫ്രിഡ്ജിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ സാധനം മേടിക്കുക. ഈ ആഴ്ച വേറെ പനീർ മേടിച്ചിട്ടില്ല, കഴിഞ്ഞ ആഴ്ചത്തെ പനീർ കുറച്ചുണ്ടായിരുന്നു. ഈ ഒരു ദിവസം നമ്മൾ വെക്കണമെന്ന് വിചാരിച്ച ഒരു ദിവസം വെച്ചില്ല, നമ്മൾ പകരം പുറത്തുനിന്ന് കഴിക്കുമോ, എവിടുന്നോ ഫുഡ് ഡെലിവറി ചെയ്യുമോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പനീർ ഞാൻ വിചാരിച്ചു ഈ ഫിഷ് വറക്കണ പോലെ വറുത്തെടുക്കാൻ അല്ല എയർ ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് വേണമെങ്കിൽ ഇടാം. അതൊന്ന് നല്ലോണം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇച്ചിരി ഒന്ന് ഇത് സ്പ്രേ ചെയ്തുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ കല്ലിൽ പൊരിച്ചാണെങ്കിലും എടുക്കാം. നല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്ലേവറാണല്ലോ. മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ കഴിക്കുമ്പോൾ തോന്നില്ല. എനിക്ക് പണ്ട് ഈ പനീർ ഞാൻ ഇവിടെ വന്നിട്ട് കാനഡയിൽ വന്നിട്ടാണ് കേട്ടോ പനീറൊക്കെ. നമ്മുടെ വീട്ടിൽ ഒന്നും ഞങ്ങൾ പനീർ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രത്താണ് ഹോസ്റ്റലിൽ നിന്ന്, അവിടെ പനീർ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ആണല്ലോ ഇത് വ്യാപകമായിട്ടുള്ളത്. എന്തായാലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ എയർ ടൈറ്റ് ജാറിലാക്കി വെക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഇന്നലത്തെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്ത് അതിൽ ഞാൻ കാണിച്ചല്ലോ ചിക്കനും ബീഫും. അതിൽ ചിക്കൻ ഞാൻ നന്നായിട്ട് വരട്ടിയ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഞാൻ ഓൾറെഡി സ്റ്റ്യൂ പോലെ ആക്കിയിട്ടുണ്ട്. ഇത് ചീത്താവില്ല കേട്ടോ. ഞാനതിൻ്റെ ഏറെ ഉണ്ടെങ്കിൽ എടുത്ത് ഫ്രീസറിൽ വെക്കും. കുറച്ചുള്ളെങ്കിൽ അത് ഫ്രിഡ്ജിൽ നല്ലൊരു നമ്മൾ കൈയൊക്കെ ഇട്ട് തവിയൊക്കെ ഇട്ട് ഇളക്കി കുഴയ്ക്കാണ്ട് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ഒരു പ്രശ്നവും വരുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ ഈ സമയപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ഞാനിങ്ങനെ ഒരു ഇതിലോട്ട് ആക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമുക്ക് തക്കാളി എന്തായാലും പെട്ടെന്ന് തീരും. ഞാൻ ചിക്കനൊക്കെ വെക്കുമ്പം 1-2 അരച്ചെടുക്കും. പിന്നെ മീനകത്തൊക്കെ വെക്കുവാണെങ്കിൽ അരച്ചിടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മമ്മി പറഞ്ഞു തക്കാളി ആണെങ്കിൽ നമുക്ക് ചാറ് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി കാലമായി തക്കാളി ചാറ്. പിന്നെ പച്ചത്തക്കാളി തോരൻ, അത് നമ്മുടെ ഒരു സുഹൃത്തും പറയണ്ടായിരുന്നു ഈ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 1-2 സാധനങ്ങൾ നമ്മുടെ ആ ഒരു ലിസ്റ്റിലുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര പ്രെഡിക്റ്റ് ചെയ്താലും ചില ദിവസങ്ങളും ചില സാഹചര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരത്തില്ല. പ്രത്യേകിച്ച് മക്കളും കൂടി ഉള്ളപ്പോഴത്തേക്കിന് ഞാൻ ആദ്യം ഇത് ഫ്രീസർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് വേണ്ട തക്കാളി കറി ഉണ്ടാക്കാൻ രണ്ടെണ്ണം വേറെ എവിടെയെങ്കിലും ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞെടുത്തു കൊണ്ടുപോയി ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്കപ്പ് പ്ലാൻ ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കപ്പ് പ്ലാനുകൾ കുറച്ചെണ്ണം ഞാൻ കാണിക്കാം. വെളുത്തുള്ളി ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി അല്ലിയായിട്ടുള്ളത് നമുക്ക് അതായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് മേടിക്കാൻ കിട്ടും. പക്ഷേ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു പാക്കറ്റ് വെളുത്തുള്ളി നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഞാനത് ഫ്രീസറിലാണ് വെക്കുക. പിന്നെ ഓക്ര നല്ല ഈ നമുക്ക് തോരൻ മെഴുക്ക് പുരട്ടി പോലെ വെക്കാൻ പറ്റിയ പരുവത്തിന് കട്ട് ചെയ്തേക്കുന്ന ഇതാണ് കേട്ടോ ഈ സാധനം. വെണ്ടയ്ക്ക നല്ല സവാളയൊക്കെ ഇട്ടിട്ട് നല്ല മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. വെണ്ടയ്ക്ക കറി വെക്കാം. പിന്നെ നമ്മുടെ ഈ ഡ്രം സ്റ്റിക്ക്, ഈ ഫ്രോസൺ ഐറ്റംസ് കടകളിലെ ഫ്രീസർ കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും ഫ്രീസ് ചെയ്യാം. അതായത് നമുക്ക് ഏറെ മുരിങ്ങക്കോല് കിട്ടുക, വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കി കടിച്ച് കളയാതെ അത് അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചാണ്ടല്ലോ കണ്ടമാനം മാസങ്ങളിരുന്നോളും. വർഷങ്ങളിരിക്കുമെന്നല്ല, അത്രയൊന്നും വിത്താനുള്ള ക്ഷമ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഫ്രീസറിൽ തൊടാണ്ടിരുന്നാൽ കുറേ അധികം കാലം ഇരിക്കും.
പിന്നെ ഉള്ളത് മിക്സ്ഡ് വെജിറ്റബിൾസ്, അത് പുലാവ്, അതല്ലെങ്കിൽ ഇതൊക്കെ ഫ്രൈഡ് റൈസിനൊക്കെ. പിന്നെ കുറച്ച് വള്ളിപ്പയർ കട്ട് ചെയ്തത്. ഇനി ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിങ്ങനെ കട്ടയായിട്ട് ഫ്രീസ് ചെയ്ത് കട്ടയാക്കി വെച്ചേക്കുന്നത്. ഞാനിത് അധികം പണ്ടൊക്കെ ചെയ്തിട്ടില്ല, ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു ചെയ്യുക. ഇപ്പം ഞാനിങ്ങനെ അടിയിലിങ്ങനെ ഇതുള്ള ഈ പെട്ടെന്ന് ഇങ്ങനെ ഞെക്കി കളയാൻ പറ്റുന്ന ഒരു ഐസ് ട്രേ മേടിച്ചിട്ട് ഒരു 2 ദിവസം ഫ്രീസ് ചെയ്ത് എന്നിട്ട് അത് ഓരോന്ന് എടുത്തിട്ട് പാക്കറ്റിലിട്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ വീക്കും ഓരോ തരത്തിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ വേണ്ടി വരിക. അപ്പോൾ ഇപ്പം ഈ ഒരാഴ്ചത്തെ പ്രിപ്പറേഷനിൽ ഞാൻ കുറച്ചും കൂടെ നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇതിലപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഭയങ്കര വെറൈറ്റീസ് ഒന്നുമില്ല. ഒരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാവും, അത് എല്ലാവരും കഴിക്കും. ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും, അങ്ങനെ അപ്പം ഉണ്ടാക്കും. അപ്പം അതോടുകൂടി ആ വീക്ക് അവസാനിച്ചു. ശരിക്കും നമുക്ക് ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും ഇത്രയും മേടിച്ചാൽ മതിയോ, ഇത്രയും ചെയ്യാനുള്ളൂ എന്ന് തന്നെ തോന്നും. പക്ഷെ ഐഡിയ ഇല്ല, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നിശ്ചയം ഇല്ല എന്നുണ്ടെങ്കിലാണ് ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ്സ് തോന്നുക. എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോഴാണല്ലോ നമുക്ക് സ്ട്രെസ്സ് കൂടുതൽ വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രിപ്പറേഷൻസ് കാണിക്കാനുള്ള. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ചിലർ ഒത്തിരി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഭയങ്കര ഡീപ്പ് പേഴ്സണലായിട്ടുള്ള എന്നെക്കുറിച്ച് 100% തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചാനലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചാനലാട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.